നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 2 വർഷത്തെ കോവിഡ് മഹാമാരിക്ക് ശേഷം പെരുന്നാൾ ആഘോഷത്തിനായി UAE അടക്കമുള്ള എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും തയ്യാറെടുപ്പിലാണ്. പെരുന്നാൾ ഇത്തവണ കെങ്കേമമാക്കാൻ തന്നെയാണ് പ്രവാസികളുടെ പ്ലാൻ. നിരവധി പേരാണ് നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാനായി വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നത്. യാത്രക്കാരുടെ കുത്തൊഴുക്ക് മുൻകൂട്ടി കണ്ട് മുൻകരുതലെടുക്കണമെന്ന അറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് എയർലൈനുകൾ. പെരുന്നാൾ അവധിക്കാലം മുൻനിർത്തി വിമാനത്താവളങ്ങളിലേക്ക് യാത്രക്കാരുടെ ഒഴുക്കുണ്ടാകുമെന്നും യാത്രക്കാർ മുൻകരുതലെടുക്കണമെന്നുമുള്ള അറിയിപ്പാണ് എയർലൈനുകൾ നൽകുന്നത്. കോവിഡ് എത്തിയ ശേഷം ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുന്ന പെരുന്നാളായിരിക്കും ഇതെന്നാണ് കണക്കുകൂട്ടൽ. ഏപ്രിൽ 30 മുതൽ മെയ് 8 വരെ വൻ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ ചെക്ക് ഇൻ ചെയ്യാൻ എത്തുന്നതിന് മുൻപ് യാത്രക്കാർ രേഖകളെല്ലാം കരുതിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് എമിറേറ്റ്സ് അറിയിച്ചു. ദുബായ് വിമാനത്താവളത്തിലെ ചെക്ക് ഇൻ കൗണ്ടറുകൾ 24 മണിക്കൂർ മുൻപേ തുറക്കും. ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാനും ലഗേജ് വീട്ടിലെത്തി ശേഖരിക്കാനുമുള്ള സൗകര്യം എമിറേറ്റ്സ് ഒരുക്കിയിട്ടുണ്ട്. ഇത് പരമാവധി ഉപയോഗപ്പെടുത്തി തിരക്ക് കുറയ്ക്കണം. ഇത്തവണ പൊതുമേഖലയിൽ 9 ദിവസമാണ് പെരുന്നാൾ അവധി. അതിനാൽ ദുബായിലേക്ക് എത്തുന്നവരും അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് അവധി ആഘോഷിക്കാൻ പോകുന്നവരും കൂടുതലായിരിക്കും. സ്വകാര്യ മേഖലയിൽ 4-5 ദിവസം അവധിയുണ്ട്. വടക്കൻ എമിറേറ്റ്സിൽ നിന്നെത്തുന്നവർക്ക് അജ്മാൻ സെൻട്രൽ ബസ് ടെർമിനലിൽ ചെക്ക് ഇൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്രയ്ക്ക് 4 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെയുള്ള സമയത്ത് ഇവിടെ എത്തി ചെക്ക് ഇൻ ചെയ്യാം. ഇവർക്ക് യാത്രയ്ക്ക് 1 മണിക്കൂറിന് മുൻപ് വിമാനത്താവളത്തിൽ എത്തിയാൽ മതി. US പോകുന്നവർക്കായി 12 മണിക്കൂർ മുൻപ് ചെക്ക് ഇൻ കൗണ്ടറുകൾ തുറക്കും. അതേസമയം പെരുന്നാൾ കാലത്ത് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 5 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വിമാന കമ്പനികൾ. 2 മക്കളടങ്ങുന്ന കുടുംബത്തിന് നാട്ടിൽ പോയി വരാൻ ടിക്കറ്റിന് മാത്രമായി 3 ലക്ഷത്തിലേറെ രൂപയാണ് പെരുന്നാളിനോടടുത്ത ദിവസങ്ങളിൽ നൽകേണ്ടി വരുന്നത്. ഈ മാസം 30-ന് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് 39,505 രൂപയാണ് ഈടാക്കുന്നത്. ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 39,786 നൽകേണ്ടി വരുമ്പോൾ കോഴിക്കോടേക്ക് 36,682 രൂപയാണ് നിരക്ക്. ഒരാൾക്ക് നാട്ടിൽ കുടുംബത്തോടൊപ്പം പെരുന്നാൾ കൂടി വരാൻ 80,000 രൂപയോളം ടിക്കറ്റിന് മാത്രം വേണം. കോവിഡ് കവർന്നെടുത്ത നീണ്ട 2 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ പോകാൻ ഒരുങ്ങുന്ന ഗൾഫ് മലയാളികൾക്ക് ടിക്കറ്റ് വില വർധനവ് തിരിച്ചടിയാകും. 2 മക്കളടങ്ങുന്ന കുടുംബത്തിന് നാട്ടിൽ പോയി വരാൻ 3 ലക്ഷത്തിലേറെ രൂപ നൽകേണ്ടി വരുന്ന സാഹചര്യത്തിൽ യാത്ര വേണ്ടെന്ന് വെച്ചവരും ഏറെയാണ്. അതേസമയം UAE സ്കൂളുകളിൽ മധ്യവേനൽ അവധി ആരംഭിക്കുന്ന ജൂലൈ മാസങ്ങളിലും വൻ നിരക്കാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.